ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ്. ചേർത്തല സ്വദേശിയായ പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറകൾ ജൈനമ്മയുടേത് എന്ന് സ്ഥിരീകരിച്ചു. സെബാസ്റ്റ്യൻ പണയം വെക്കുകയും വിൽക്കുകയും ചെയ്ത സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2024 ഡിസംബർ 23-നാണ് ജൈനമ്മയെ കാണാതായത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഈ ഒരു തിരോധാന കേസിൽ നിർണായകമായ വിശദാംശങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചതല്ലേ? തീർച്ചയായും ജൈനമ്മ തിരോധാന കേസിൽ നിർണായകവും കൂടുതൽ ശക്തവുമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ജൈനമ്മ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിൽ ആദ്യ സൂചന ലഭിച്ചത് ജൈനമ്മയുടെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ ആയിരുന്നു. അതിൽ നിന്നാണ് സെബാസ്റ്റ്യനിലേക്ക് അന്വേഷണം എത്തിയത്. പിന്നീട് ജൈനമ്മയുടെ ഫോൺ ചാർജ് ചെയ്തത് ഈരാറ്റുപേട്ടയിൽ വെച്ചാണെന്ന് അടക്കമുള്ള അത് ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ തന്നെയായിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു. അത്തരത്തിൽ ചെറിയ ചെറിയ തെളിവുകൾ ലഭ്യമായിരുന്നെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള തെളിവുകളിലേക്ക് കടന്നത് ഇപ്പോഴാണ് എന്നുള്ളതാണ്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേത് തന്നെയാണ്. ഇപ്പോൾ ഫോറൻസിക് പരിശോധനയിലാണ് വ്യക്തമായിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചതോടുകൂടി ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു. ഒരുപക്ഷെ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനുള്ള സാധ്യതയും കൂടി സെബാസ്റ്റ്യനെതിരെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അവിടെ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ, സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങളുടെ DNA പരിശോധനാ ഫലം വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. ദിവസങ്ങളായി അത് അയച്ചിട്ട്, പക്ഷേ അതിന് കാലതാമസം ലഭിക്കേണ്ടതുണ്ട്. അതെത്തിയാൽ ജൈനമ്മ തന്നെയായിരിക്കും കൊല്ലപ്പെട്ടത് എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള തെളിവ്, ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് ലഭ്യമാകുമായിരുന്നു. ഇപ്പോൾ അതിനു മുമ്പ് തന്നെ ഫോറൻസിക് പരിശോധനാ ഫലം എത്തിയതോടുകൂടി കൂടുതൽ ശാസ്ത്രീയ തെളിവുകളിലേക്ക് കടക്കുകയാണ്. സെബാസ്റ്റ്യനെ കുരുക്ക് മുറുകുകയാണ്. ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. 26-ാം തീയതി വരെ സെബാസ്റ്റ്യൻ റിമാൻഡ് കാലാവധിയുണ്ട്. ഒരുപക്ഷെ അതിനു മുമ്പായിട്ട് ഇനി വീണ്ടും കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാനിരിക്കുന്നു. കൂടുതൽ ശക്തമായിട്ടുള്ള തെളിവുകളിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. മിഥുൻ അയ്യപ്പനാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.